രാത്രി മൊത്തം ഇരുന്ന് കുറ്റം പറഞ്ഞിട്ട് രാവിലെ ഒരു ഉളുപ്പും ഇല്ലാതെ കൂട്ടുകൂടാൻ വരുവാണ്. എനിക്ക് ആരോടൊന്നും സംസാരിക്കേണ്ട ചേട്ടാന്ന് അനിമോളുടെ തീരുമാനം ഉറച്ചതാണ്. കുറച്ച് സമയം വേണം ഈ മുറിവൊക്കെ ഹീലാവാനെന്ന് അനീഷ് പറഞ്ഞു. അപ്പോൾ കളിയാക്കി ആതിര അവളുടെ മുട്ട് മടക്കി കാണിച്ചിട്ട് ചോദിക്കുന്നത്, ഈ മുറിവ് ഹീലാക്കാൻ കുറച്ച് മരുന്ന് വേണമെന്ന്. അനീഷ് ചിരിക്കുന്ന അനിമോളും ഇങ്ങനെ ഭയങ്കര വിഷമത്തോടെ ഇരിക്കുന്ന ആ കൊച്ചിൻ്റെ മുഖം കണ്ടാലും അറിയാം നല്ല വിഷമമുണ്ട്. ഇന്നലെ അത്രമാത്രം പറഞ്ഞ് കേൾക്കാതെ എന്തോരം പറഞ്ഞ് ഒരാൾക്ക് സഹിക്കാൻ പറ്റാത്തതൊക്കെ മുഖത്ത് നോക്കി എന്തൊക്കെ പറഞ്ഞ്, എന്നിട്ട് ഒരു ഉളുപ്പും ഇല്ലാതെ രാവിലെ തന്നെ വന്നിരിക്കുകയാണ്. അനിമോള് കള്ളിയാണോ, അനിമോള് നുണ പറയുന്ന, അനിമോള് PR കൊണ്ട് നിൽക്കുകയാണ്. എങ്കിൽ പിന്നെ എന്തിനാണ് അനിമോളോട് സഹകരിക്കാൻ വരുന്നത്? തന്നിച്ച് ഒറ്റയ്ക്ക് കളിച്ചുകൂടെ? അനിമോള് വരുന്നില്ലല്ലോ ആരുടെ അടുത്തോട്ടും. അനീഷ് പറയുന്നുണ്ട്, ഇന്നലെ നടന്ന സംഭവം ഇന്നലെ അവിടെ കഴിഞ്ഞ്, ഒരു രാത്രിയും കഴിഞ്ഞ് ഇപ്പം പകലുമായി. ഇന്നലെ നിങ്ങളെല്ലാവരും പറഞ്ഞതൊക്കെ ഞാൻ കേട്ടുകൊണ്ടിരുന്നില്ലേ, പിന്നെ എന്തിനാണ് അതിനെപ്പറ്റി സംസാരിക്കുന്നതെന്ന് പറയുന്നത്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഇത്രയും ദിവസം നിന്നിട്ട് ചില ആൾക്കാരുടെയൊക്കെ ട്രൂ ആയിട്ടുള്ള ഫേസ് കാണുന്നില്ലേ? ഒന്നും പ്രതീക്ഷിക്കാതെ കൂടെ നിൽക്കുന്നവർ അത് വേറൊരു രീതിയിൽ ചിത്രീകരിച്ചൊക്കെ പറയുമ്പോൾ മറ്റുള്ളവരോട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് പിന്നെയും നമ്മുടെ തലയിലിടുക എന്ന് പറഞ്ഞാൽ ഇതെന്തിനാണ് പിന്നെയും ഈ ആതിര വന്നിരുന്ന് ഇങ്ങനെ പറയുന്നത്? എന്തിനാണ് ചൊറിയുന്നത്? അനിമോളവിടെ മിണ്ടാതിരിക്കുകയല്ലേ? ആ കൊച്ചിനെ വെറുതെ വിട്ടുകൂടെ ഇതിനൊക്കെ? ഷാനവാസിൻ്റെ അടുത്ത് അനിമോളടുത്ത് എല്ലായിടത്തും ലൈറ്റായിട്ട് പോയി സോപ്പിട്ട് നിന്ന് നോമിനേഷനിൽ വരാതെ നിന്നിട്ട് ഇത്ര നാൾ അവിടെ നിൽക്കാൻ പറ്റും. അല്ലെങ്കിൽ എത്രയോ നല്ല നല്ല പ്ലേയേഴ്സ് എല്ലാം ഔട്ടായി. ആ ആര്യനൊക്കെ ഔട്ടായില്ലേ? ഇതിനെയൊക്കെ എന്നേ പറഞ്ഞു വിടണ്ടല്ലായിരുന്നു. അനീഷ് പറയുന്നത് പിന്നെ എന്തിനാണ്, അതാണ് ഞാൻ പറഞ്ഞത്, കുറച്ച് സമയം വേണം എല്ലാത്തിനും. എന്തിനാണ് പിന്നെയും അതിനെപ്പറ്റി സംസാരിക്കുന്നത്? എന്നിട്ട് പിന്നെയും നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മിണ്ടാതിരിക്കുന്നത് ചേട്ടാ, അതുകൊണ്ടല്ലേ പറയുന്നത്. അനീഷ് പറയണേ, ഇപ്പം ഞാനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കിയെന്ന് വെക്കുക, അത് എൻ്റെ ഭാഗത്ത് ശരിയുള്ളത് കൊണ്ടാണ്. ആ ശരി എൻ്റെ ഭാഗത്ത് ഉറച്ച് നിൽക്കുന്നിടത്തോളം ഞാൻ എൻ്റെ ഭാഗത്ത് ഉറച്ചല്ലേ നിൽക്കത്തുള്ളൂ. അപ്പോൾ എനിക്ക് അതായിരിക്കും അനിമോൾ ഉറച്ച് നിൽക്കുന്നത് അല്ലേ ആദില എന്ന് പറയുന്നുണ്ട്. അപ്പം അതേ കണക്കാണ് ഒരു പ്രശ്നം. അത് എന്നെക്കാളും കൂടുതൽ നിങ്ങൾക്കറിയില്ലേ അനിമോളെ? നിങ്ങൾ ഒന്നിച്ച് കളിച്ചും ചിരിച്ചും എടുത്തും ഒന്നിച്ച് കിടക്കുകയും അടിക്കുകയും എല്ലാം ചെയ്യുമ്പോൾ അത് കാണാനൊരു പോസിറ്റീവ് എനർജി ഈ വീട്ടിലുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇനിയായാലും കുറച്ച് ദിവസമല്ലേ ഉള്ളൂ, നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവരും അത് തന്നെ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെ കാണാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് ഞങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയോ അനീഷേട്ടാ? അത് അനുവും കൂടെ തീരുമാനിക്കേണ്ട. അനു ഞങ്ങളോട് സംസാരിക്കാനേ താല്പര്യമില്ലെന്ന് പറയുന്നു. വീടാണോ, കാറാണോ, ഫെയിമാണോ, എന്ത് കാരണത്താലാണ് ഞങ്ങൾ അവരുടെ പിന്നാലെ കൂടിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. ഇവർക്കൊന്നും ഒരു ജോലിയില്ലേ? വീണ്ടും ഒരാൾക്ക് വേണ്ട മിണ്ടണ്ടെന്ന് പറയുമ്പോൾ പിന്നെ വാലയെ പിടിച്ച് വരാൻ. ഇന്നലെ രാത്രി ഉറക്കമില്ലാതെ സംസാരിച്ചതാണ്. കണ്ണ് തുറന്നത് വീണ്ടും അനിമോൾ ഉണ്ടെങ്കിൽ ഇവർക്ക് കണ്ടുണ്ടല്ലോ. അപ്പോൾ അടുത്തൊരു ലൈവ്, എനിക്ക് ദേഷ്യം വരുന്നത്, അടുത്തൊരു ലൈവ് അപ്ഡേറ്റുമായിട്ട് ഞാൻ വീണ്ടും വരാം. എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ.